ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നൊരു വിളവെടുപ്പ് വീഡിയോ ആണ് കേട്ടോ. എൻ്റെ ടെറസിൻ്റെ മുകളിൽ എൻ്റെ തക്കാളി രണ്ടാമത്തെ വിളവെടുപ്പാണ്. അപ്പം ഇന്ന് ഒരുപാട് തക്കാളി ഉണ്ട് പറിക്കാൻ. അപ്പം നമുക്ക് തക്കാളി പറിക്കട്ടോ. എന്നുണ്ടോ നല്ല പഴുത്ത് നിൽക്കുന്ന തക്കാളി ഉണ്ടല്ലേ. ഒരു പ്രാവശ്യം ഞാൻ പറിച്ചതാണ്, ഇത് രണ്ടാം പ്രാവശ്യം കേട്ടോ പറിക്കണേ. ഞാൻ ഈ പ്രാവശ്യത്തെ മഴയ്ക്ക് ഇത്രയൊന്നും തക്കാളി ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയിട്ടില്ല. പക്ഷേ ആ മഴയൊക്കെ വലിയ വെളിച്ചൻ്റെ തക്കാളി ഉണ്ടായിട്ടോ. ഒരുപാട് സന്തോഷമായി എനിക്ക് തക്കാളി കണ്ടപ്പോൾ. ഇനി ഇതാ തക്കാളി തയ്യൊക്കെ കണ്ട് കുറേ കേട്ടോ. ഞാൻ പുതിയ ചട്ടിയിലൊക്കെ വെക്കണമെന്ന് കരുതുന്നുണ്ട്. ഇത് കഴിയുമ്പോഴേക്കും നമുക്ക് അടുത്ത തക്കാളിയൊക്കെ നട്ടുപിടിപ്പിക്കണം. ഞാൻ പഴയ കേടുന്ന തക്കാളിയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഓരോ ചട്ടിയിൽ കൊണ്ടിടും. അപ്പോൾ അവിടെയൊക്കെ തക്കാളി മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ വലിയ തയ്യായിട്ടുണ്ട്, അതൊക്കെ പറിച്ച് മാറ്റി നടണം. ഇനി അതുകൊണ്ട് ഒത്തിരിയും തക്കാളി ഇട്ടിട്ടോ. മാഷാ അല്ലാഹ്, കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് കേട്ടോ. ഇനി കുറച്ച് മുളകുണ്ട് പറിക്കാൻ. മുളക് കുറേ ഉണ്ട്, പക്ഷെ ഞാൻ പഴുത്ത മുളക് നോക്കിയിട്ടാണ് ഇപ്പോൾ പറിക്കണത്. മുളകുണ്ട് ഇപ്പോൾ. അപ്പം ഇനി വേണ്ടുമ്പോൾ പറിക്കാം. അപ്പോൾ പഴുത്തത് എന്തായാലും ഇനി കേടുന്ന് പോവല്ലേ. അപ്പം ഞാൻ പഴുത്ത മുളകൊക്കെ പറിക്കുകയാണ്. ഇതെല്ലാം എൻ്റെ ടെറസിൻ്റെ മുകളിലാണ് കേട്ടോ. പിന്നെ ഇതാ കുറേ കാന്താരി മുളകുണ്ട്. കാന്താരി ഞാൻ 2 പ്രാവശ്യം എടുത്ത് അച്ചാറൊക്കെ ഇട്ടതാണ്. ഇപ്പോഴും കുറേ കാന്താരി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതിലും പഴുത്ത് നിൽക്കുന്ന കാന്താരിയൊക്കെ ഞാൻ പറിക്കുകയാണ്. എൻ്റെ വെള്ള കാന്താരിയാണ് ഇതൊക്കെ കേട്ടോ. ഞാൻ ഒരുപാട് ഇതിൽ വന്ന് പറിച്ചിട്ടുണ്ട്. ഇപ്പോഴും നല്ലോണം ഉണ്ടാവണുണ്ട്. ഇതൊക്കെ കാന്താരിയാണ്. മാഷാ അല്ലാഹ്, ഇത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് എനിക്ക് കേട്ടോ. എൻ്റെ ടെറസിൻ്റെ മുകളിൽ കയറിയിട്ട് ഈ പച്ചക്കറിയും തക്കാളിയും പച്ചമുളകും എല്ലാം അങ്ങനെ കാണുമ്പോഴുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ. നമ്മൾ ഉണ്ടാക്കിയതാണെങ്കിലും കൂടിയിട്ട് അതിങ്ങനെ കായ്ച്ച് നിൽക്കണ കാണുമ്പോൾ സന്തോഷം വേറെ തന്നെയാണ്. അപ്പം എൻ്റെ തക്കാളി പച്ചമുളക് ഇതൊക്കെ പറിച്ചു. ഇനി 2 വെണ്ടയ്ക്കയും കൂടി ഉണ്ട് പറിക്കാൻ. അപ്പോൾ ആ വെണ്ടയ്ക്കയും കൂടി ഞാൻ അത് പറിക്കുകയാണ്. വെണ്ടയ്ക്ക അതാ ഉണ്ടായി വരുന്നുള്ളൂ കേട്ടോ. ചട്ടിയിലൊക്കെ വെച്ചത് വരുന്നുള്ളൂ. 2 വെണ്ടയ്ക്കുള്ളൂ ഉള്ളത് പറിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ 2 വെണ്ടയ്ക്കയും കൂടി ഞാൻ പറിച്ചിട്ടു. പിന്നെ ഇതൊക്കെ വിളവെടുക്കാനാവണുള്ളൂ. പീച്ചിൽ കയ്പ ഇതൊക്കെ കുപ്പിയിലിട്ട് വെച്ചിട്ട് ഒക്കെ വലുതായിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇതെല്ലാം വിളവെടുക്കണം. ഞാനെല്ലാം കുപ്പിയിലാക്കിയിട്ട് കൊടുക്കും കേട്ടോ. പൂവിരിഞ്ഞ് കായായി വരുമ്പോൾ തന്നെ ഞാൻ എല്ലാതും കുപ്പിയിൽ ഇറക്കി കൊടുക്കും. അതുകൊണ്ടാണ് നമുക്ക് കിട്ടണം കേട്ടോ. അല്ലെങ്കിൽ ഇതൊന്നും കിട്ടൂല. ഇതൊക്കെ കുത്തി ഈച്ച കുത്തി ഒക്കെ കീടന്ന് പോയിട്ടുണ്ടാവും. അപ്പം ഇന്ന് കിട്ടിയ പച്ചക്കറിയാണിത് കേട്ടോ. എൻ്റെ ടെറസിൻ്റെ മുകളിൽ നിന്ന് ഇത്രയും തക്കാളിയും പച്ചമുളകും 2 വെണ്ടയ്ക്കയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഹാപ്പിയാണ് കേട്ടോ ഇത് കണ്ടപ്പോൾ തന്നെ. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.